മാഷ് തന്നെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. മാനത്തെ മഴവില്ലിനേഴു നിറം. മാഷേ അത് ഈ 7 നിറം വിബ്ജിയോർ 7 ആയിരിക്കുമ്പോൾ തന്നെ 7 ചേർന്നാൽ 1. ശാസ്ത്രം പഠിപ്പിച്ചിട്ടുണ്ട്. 7 ആണെങ്കിലും ഇത് 7 ചേർന്നാലൊന്ന് കറക്കിയാൽ ശുഭ്ര വെണ്മയാണ് കാണുക. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ശിഖനും പാർസിയും ബുദ്ധനും ജൈനനും ചേർന്നാൽ ഒന്നായിരുന്ന ഒരു ഇന്ത്യയിൽ നിന്നാണ് അന്ന് കമ്മ്യൂണിസ്റ്റുകാരായ ഈ കലാകാരന്മാർ പുതിയ പാവപ്പെട്ടവരുടെ ഒരു ഇന്ത്യ സൃഷ്ടിക്കാൻ പാട്ടുപാടി ഇറങ്ങിയത്, കഥ പറഞ്ഞിറങ്ങിയത്, നാടകം കളിച്ചിറങ്ങിയത്. അവരുടെ കമ്മിറ്റ്മെൻറ്റ് മാനവികതയോടായിരുന്നു. അതുകൊണ്ട് മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാം ദേവരാജൻ തൻ്റെ ഈണങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി. ദേവരാജൻ മാസ്റ്ററുടെ 75ാം പിറന്നാളിന് പല്ലവി 6 കാലത്തിൽ അദ്ദേഹം പാടിയതിനെക്കുറിച്ച് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടാണ്, പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടാണ്, ഷഡ്കാല ഗോവിന്ദമാരാർക്ക് ശേഷം ഷഡ്കാല പല്ലവി പാടിയ ഒരാൾ 75ാമത്തെ വയസ്സിൽ അദ്ദേഹം ഷഡ്കാല പല്ലവി പാടിയെന്നും വേറെ ചില പാട്ടുകാരെ കൊണ്ട് ഷഡ്കാലത്തിൽ 6 കാലങ്ങളിൽ പാടിച്ചു എന്നും പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ അറിയാത്ത കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. യേശുദാസിനെ പാടിക്കാൻ വേണ്ടി യേശുദാസിൻ്റെ പിതാവ് അഗസ്റ്റിൻ ജോസഫ് ദേവരാജൻ മാസ്റ്റർ സുഹൃത്തായിരുന്നു. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ദീനക്കിടക്കയിലായിരിക്കുമ്പോൾ പറഞ്ഞു, എൻ്റെ മകൻ്റെ കാര്യം ശ്രദ്ധിക്കണം, അവന് ചില അവസരങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞ അതിനു വേണ്ടിയാണ് കുഞ്ചാക്കോയെ പോയി കണ്ട് ഒരു പാട്ട് പാടിക്കാൻ പറഞ്ഞപ്പോൾ വേണ്ട, യേശുദാസിനെ കൊണ്ട് പാടിക്കാം, വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അഗസ്റ്റിൻ ജോസഫിൻ്റെ മകനാണെന്ന് പറഞ്ഞു, വേണ്ട. അവസാന ഒരു പ്രലോഭനം, ഒരു കത്തോലിക്കനാണ്, എന്ത് തോലിക്കനാണെങ്കിലും വേണ്ട എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അവസാനം വളരെ നിർബന്ധിച്ച് ഒരു കഷ്ണം പാട്ട് പാടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പഞ്ചാരപ്പാലും മിഠായി എന്ന പാട്ടിൽ പപ്പയല്ലേ ചുട്ടു തന്നത് എന്ന പാട്ട് പാടിയത്, അയ്യപ്പം എന്ന പാട്ട് പാടിയത്. അത് കേട്ടപ്പോൾ ഇവൻ കൊള്ളാമെന്ന് തോന്നിയിട്ടാണ് ദയാപരനായ കർത്താവേ എന്നുകൂടി പാടാൻ കൊടുത്തത്. പിന്നീട് കുഞ്ചാക്കോയുടെ സിനിമയിൽ യേശുദാസ് പാടാത്ത ഒരു പടവും ഉണ്ടായിട്ടില്ല. യേശുദാസിനെ കൊണ്ട് എന്തുകൊണ്ടാണ് താനിങ്ങനെ പാടിക്കുന്നത് എന്ന് പലരും ചോദിച്ചു. മറ്റൊരുപാട് ഗായകരില്ലേ, അവർക്കൊക്കെ അവസരം കൊടുത്തുകൂടെ? പക്ഷേ യേശുദാസ് ചിലപ്പോൾ 3ന്റെ പഞ്ചമം, സംഗീതക്കാർക്കറിയാം, 3ന്റെ പഞ്ചമം പിടിച്ച് പാടുമ്പോൾ മേൽസ്ഥായിലെ പഞ്ചമവും കടന്ന് ഇടർച്ചപ്പെടാതെ ഭാവം നഷ്ടപ്പെടാതെ പാടാൻ നമുക്കൊരു ഗായകനേ ഉള്ളൂ, അത് യേശുവാണ് എന്നാണ് ദേവരാജൻ മാസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് യേശുദാസിനെ കൊണ്ട് എത്രയോ പാട്ടുകൾ പഠിച്ചു. ജയചന്ദ്രൻ എത്രയോ പാട്ടുകൾ പാടിയിട്ടുണ്ട്, ഒരുപാട് ഡ്യുവറ്റുകൾ. സ്വപ്നലേഖേ നിൻ്റെ സ്വയംവര പന്തലിൽ ഞാൻ പുഷ്പകപ്പല്ലക്കിൽ പറന്നു വന്നു, നിൻ്റെ മംഗളശീതള മാല ചാർത്താൻ ഭവാൻ മത്സരകളരിയിൽ ജയിച്ചു വന്നു. വടക്കൻ പാട്ടുകൾക്ക് ഒരു പുതിയ മാതൃകഥയാണ് ഉണ്ടാക്കിയത്. പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂ പോലഴകുള്ളോരായിരുന്നു. ഈ പാട്ട്, വടക്കൻ പാട്ട്, നമ്മൾ ഇന്ന് പാടുന്ന ഈണത്തിൻ്റെ ഉപജ്ഞാതാവ് വാസ്തവത്തിൽ ദേവരാജൻ മാസ്റ്ററാണ്. അപ്പോൾ ദേവരാജൻ മാസ്റ്റർ എന്തൊക്കെ ചെയ്തു എന്ന് 10 മിനിറ്റോ 20 മിനിറ്റോ 1 മണിക്കൂറോ ഒരു ദിവസമോ പ്രസംഗിച്ചാൽ പറഞ്ഞു തരാൻ പറ്റില്ല. മാത്രമല്ല ദേവരാജൻ മാസ്റ്ററെ കുറിച്ച് പ്രസംഗിക്കുമ്പോഴൊക്കെ പാടേണ്ടി വരും. എന്നെപ്പോലെ അവിദഗ്ധനായ ഒരു പാട്ടുകാരൻ പാടിയാൽ അത് നിങ്ങൾക്ക് അരോചകമായിട്ട് മാറും. പാടാതെ പ്രസംഗിച്ചാൽ അതൊട്ട് ആൾക്ക് ബോധ്യപ്പെടുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പൊട്ടൊരു തേങ്ങ ഇടുന്ന പോലെ പാടിയത്. എത്രയോ പാട്ടുകൾ ഇങ്ങനെ ആവർത്തിച്ച് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. സെലസ്റ്റിയൽ മൂടുള്ള, ഭക്തി മൂടുള്ള, പ്രണയത്തിൻ്റെ മൂടുള്ള, പ്രണയത്തിൻ്റെ എത്രയോ മാധുര്യമ്മ പാടിയ പല പാട്ടുകൾ, ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം എന്നുള്ള മിയാമൽഹാറിലെ പാട്ടൊക്കെ മിയാമൽഹാർ എന്ന രാഗം പഠിപ്പിക്കാനുള്ള പാഠപുസ്തകമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞില്ലേ ബേഗഡ രാഗത്തെക്കുറിച്ച്. മോഹനരാഗത്തിൽ എത്രയോ പാട്ടുകൾ ഒന്നിൽ നിന്നൊന്ന് വ്യത്യസ്തമായിട്ട്, ശുദ്ധ ധന്യാസി രാഗത്തിൽ ഒന്നിൽ നിന്നൊന്ന് വ്യത്യസ്തമായിട്ട്, ഹിന്ദോളത്തിലാണ് പാട്ട് എന്ന് മനസ്സിലാവാത്ത വെൺചന്ദ്രലേഖയൊരപ്സര സ്ത്രീ വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സര സ്ത്രീ. അത് ഹിന്ദോളമാണ് രാഗം. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന അത്ര മനോഹരമായ വരികൾ.
വയലാർ ചെയ്ത ചില സാഹസങ്ങളുണ്ട്. ഈ വള്ളത്തോളിൻ്റെ 4 വരിയെടുത്ത് 2 പാട്ടാക്കി. വെണ്ണ തോൽക്കുമുടലിൽ സുഗന്ധിയാമെണ്ണ തേച്ച് അരയിലൊറ്റ മുണ്ടുമായി തിണ്ണമേലമൊരുമന്നതാങ്കി മുക്കണ്ണനേകി മിഴികൾക്കൊരുത്സവം. ഈ കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ വെണ്ണ തോൽക്കുമുടലോടെ, വെണ്ണ തോൽക്കുമുടലോടെ ഇളം വെണ്ണിലാവിൻ തളിർ പോലെ രാഗിണി മനോഹാരിണി രാത്രി രാത്രി വിടരും നീ അനുരാഗ പുഷ്പിണി വെണ്ണത്തോൽക്കുമുടലോടെ. വെണ്ണത്തോൽക്കുമുടലിൽ സുഗന്ധിയാം എണ്ണ തേച്ച് അരയിലൊറ്റ മുണ്ടുമായി. ഒരേ സിനിമയിലെ പാട്ടാണ്. ഈ അരയിലൊറ്റ മുണ്ട് മറ്റൊന്നാണ്. അരയിലൊറ്റ മുണ്ടുടുത്ത പെണ്ണേ അണിവൈരക്കമ്മലിട്ട പെണ്ണേ ആടിവാ തുള്ളിയോടിവാ ആടിമാസ പുലരി പെണ്ണേ. നമ്മുടെ ഹമ്മിങ്ങൾ, കേരളത്തിൻ്റെ മധ്യകേരളം തൊട്ട് തിരുവിതാംകൂർ വരെ ഉള്ള വഞ്ചിപ്പാട്ടുകളുടെ താളങ്ങൾ എത്രയോ കൈതപ്പുഴ കായലിലെ അതൊക്കെ ഈ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്ത് കൊണ്ടുവരുന്നതാണ്. ആമ്പൽ പൂവേ അണിയം പൂവേ നീയറിഞ്ഞു ഇവളെൻ്റെ മുറപ്പെണ്ണ് ആമ്പൽ പൂവേ അണിയം പൂവേ നീയറിഞ്ഞോ ഇവളെൻ്റെ മുറപ്പെണ്ണ് ഏലം ഏലം ഏലേലം ഓ. ഈ 3 ഹമ്മിങ്ങൾ കൊണ്ടാണ് അനുപല്ലവിയിലേക്ക് ഒരു പാലം കെട്ടിയിരിക്കുന്നത്. ഇത് പഠിക്കേണ്ട ഒരു സംഗതി ആവട്ടെ. എനിക്കിതൊന്നും പറഞ്ഞുതരാൻ അറിഞ്ഞുകൂടാ. ഇത് എൻ്റെ മനസ്സിലിങ്ങനെ തിങ്ങി നിറഞ്ഞ് വരുന്നുണ്ട്. അപ്പം ത്രിവേണിയിലെ പാട്ടില്ലേ, ഇവിടെയോരോ ജീവതരംഗവും ഇണയെ തേടും രാവിൽ നാണത്തിൽ മുങ്ങിയ കായലിൻ കവിളിൽ നഖചിത്രമെഴുതും നിലാവിൽ നീയും ഞാനും നമ്മുടെ പ്രേമവും കൈമാറാത്ത വികാരമുണ്ടോ? ഓ ഓ ഓ അവിടെ വരികൾ എഴുതി കൊടുക്കാൻ വയലാറിന് പറ്റാഞ്ഞിട്ടല്ല. പക്ഷേ ഈ ഹമ്മിങ് കൊണ്ടാണ് അതിൻ്റെ ഭാവത്തെ പൂരിപ്പിക്കേണ്ടത്. ഈ വിധത്തിൽ മലയാള സംഗീത ചരിത്രത്തിൽ സമാനതകളും പിന്തുടർച്ചകളുമില്ലാത്ത സുഗമ സംഗീതത്തിൻ്റെ മഹാസമ്പത്ത് തന്ന് കടന്നുപോയ സംഗീത പ്രഭുവിൻ്റെ പേരാണ് ജി ദേവരാജൻ. അദ്ദേഹത്തിന് പകരം മറ്റൊരാളില്ല. അതുകൊണ്ട് തന്നെ പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ജി ദേവരാജൻ സംഗീതത്തിൻ്റെ രാജശില്പി എന്ന ബഹുമതി അത്രമേൽ രാജശില്പിയായിരുന്നു. നമുക്ക് പ്രണയം തന്നു, നമുക്ക് വിരഹം തന്നു, നമുക്ക് നാട്ടുപാട്ടുകൾ തന്നു, നമുക്ക് മരണത്തിൽ പോലും ആനന്ദം തന്നു, നമുക്ക് വിപ്ലവം തന്നു, സമരം തന്നു. വെടിവെച്ചാലിവർ വീഴില്ല, അടിച്ചുടച്ചാൽ തകരില്ല, മജ്ജയല്ലിത് മാംസമല്ലിത് ദുർജയ നൂതന ജനശക്തി. ഭാസ്കരൻ്റെ വരികളാണ്. ദേവരാജ മാഷ് പറഞ്ഞ ചില പാട്ടുകൾ വെറുതെ അതിൻ്റെ ഉള്ളിൽ സംഗീതമുണ്ടാകും, അതിന് അടിവരയിട്ടാൽ മാത്രം മതി. സിന്ദൂരച്ചപ്പ് എന്ന സിനിമയിൽ യൂസഫ് അലി കച്ചേരി എഴുതി കൊടുത്ത 2 പാട്ടിൽ ഒന്ന് ഞാൻ അടിവരയിട്ടിട്ടേ ഉള്ളൂ. അത് അദ്ദേഹം പറയുന്നുണ്ട്. ഓ മലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. അതിന് പ്രത്യേകിച്ച് സംഗീതമൊന്നും കൊടുത്തില്ല. അതിൽ തന്നെ പൊന്നിൽ കുളിച്ച രാത്രി എന്നൊരു പാട്ടുണ്ട്. അതിൽ അവസാനം ഈറൻ നിലാവും മണവും ഇക്കിളി കൂട്ടുന്ന രാത്രി. അപ്പോൾ അതിങ്ങനെ നോക്കിയിട്ട് ദേവരാജ മാഷ് ചോദിച്ചു, ഇക്കിളി കൂട്ടുന്ന രാത്രിയാണല്ലേ, അപ്പോൾ ഇക്കിളി ഉണ്ടാക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പൊന്നിൽ കുളിച്ച രാത്രി
പുളകം വിരിഞ്ഞ രാത്രി ഈറന്നിലാവും തേന്മലർമണവും ഈ കിളി കൂട്ടുന്ന രാത്രി. ആത്മാവിന് കിളി ഉണ്ടാവും, ശരീരത്തിനല്ല. അങ്ങനെയാണ് ഇദ്ദേഹം ഓരോ പാട്ടും ചിട്ടപ്പെടുത്തിയത്. പാട്ടുകൾ വരാനിരിക്കുകയാണ്. ഞാനാണെങ്കിൽ പ്രസംഗിച്ചു തുടങ്ങിയാൽ നിർത്താൻ ബുദ്ധിമുട്ടുള്ള ആളാണ്. എൻ്റെ പാട്ടല്ല നിങ്ങൾ സഹിക്കേണ്ടത്, നല്ല പാട്ടുകാർ വരാനിരിക്കുന്നുണ്ട്. ഈ വാസുദേവമേനോൻ മനോഹരമായിട്ട് പാടുന്നയാളാണ്. ബിജു പെരുമ്പുഴ അതിലേറെ നന്നായി പാടുന്നയാളാണ്. കുറേ പാട്ടുകാർ, അജയനും മനോഹരമായിട്ട് പാടുന്നയാളാണ്. ഇവിടെ ഇരിക്കുന്നതിലൊരു 90% നല്ല പാട്ടുകാരാണ്. അവരുടെ മുമ്പിൽ മോശം പാട്ടുകാരനായ ഞാൻ സ്വയം അപമാനിതനായി തീരുന്നതിനേക്കാൾ നല്ലത് ഈ പുസ്തകം നിങ്ങൾ വായിക്കണം. ഈ 3-ാം പതിപ്പ് ദേവരാജൻ എന്ന കേരളീയ സംഗീതത്തിൻ്റെ രാജശില്പിയെ, അദ്ദേഹം കർക്കശക്കാരനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തെ മാറ്റി നിർത്തും. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എത്രയോ പാട്ടുകൾ ഇങ്ങനെ വരികയാണ്. മല്ലികാബാണൻ തൻ്റെ വില്ലെടുത്തു പോലുള്ള പാട്ടുകളിലൊക്കെ ഉള്ള സംഗീതത്തിൻ്റെ സൗന്ദര്യം ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം തന്നത് പ്രധാനമായും വിപ്ലവം തന്നെയാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു, മനസ്സ് പങ്കുവെച്ചു. ഇതൊരു പത്രപ്രസ്താവനയാണ് അല്ലേ? മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു എന്ന് എഴുതിയാൽ മാതൃഭൂമിയുടെ ഒരു വാർത്തയായിട്ട് കൊടുക്കാവുന്നതാണ്. മോശം എഴുത്തുകാരനല്ല വയലാർ. ഇതൊരു ആശയത്തിന് വേണ്ടി എഴുതിയതാണ്. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മെ കണ്ടാൽ അറിയാതായി 1000 മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു. ഇത്രയും സ്റ്റേറ്റ്മെൻറ്റാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. അതിലാണ് സംഗീതം വരുന്നത്. പാട്ടിൽ നിന്ന് സംഗീതം ഉണ്ടാകും. പ്രവാചകന്മാരെ പറയൂ, പ്രഭാതമകലെയാണോ? പ്രപഞ്ചശില്പികളെ പറയൂ, പ്രകാശമകലെയാണോ? പ്രവാചകന്മാരെ എന്നൊരൊറ്റ വിളിയിൽ അവിടെ നിൽക്കും മനുഷ്യൻ. അങ്ങനെയാണ് പാട്ടിലേക്ക് ആളെ ആകർഷിച്ചത്. ചിലപ്പോൾ മേൽസ്ഥായിൽ, ചിലപ്പോൾ മന്ത്രസ്ഥായിൽ, ചിലപ്പോൾ മർമ്മരം പോലെ, ചിലപ്പോൾ വിപ്ലവത്തിൻ്റെ ശക്തിയായി. ഇന്നും ശവകുടീരങ്ങളിൽ നിന്നുപോലും വിപ്ലവകാരികൾ ഇറങ്ങി വരും. പി ഭാസ്കരൻ വയലാർ 1957 എഴുതി, 57 ദേവരാജൻ ചിട്ടപ്പെടുത്തിയ മലയാളികളുടെ എക്കാലത്തെയും വിപ്ലവഗാനം വിപ്ലവകാരിയായ ദേവരാജൻ്റെ സംഭാവനയാണ്. ഹിമഗിരിമുടികൾ അല്ലേ, അവരികൾ ഓർമ്മയില്ലേ? ബലികുടീരങ്ങളെ, സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ, ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമര പുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ. ഹിമഗിരിമുടികൾ കൊടികളുയർത്തി, കടലുകൾ പടഹമുയർത്തി, യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ. ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു ജീവിതങ്ങൾ, തുടലൂരി എറിഞ്ഞു ചുണ്ടിൽ ഗാഥകൾ, കരങ്ങളിൽ ഈ പൂച്ചെണ്ടുകൾ. പുതിയ പൗരനുണർന്നു. ആ പൗരന്മാരുടെ ഇങ്ങേയറ്റത്താണ് യുവകലാ സാഹിത്യമൊക്കെ ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ പറയാറുണ്ട്, ഞങ്ങളുടെ കയ്യിലൊക്കെ ഒരുപാട് ഗുരുക്കന്മാർ തന്ന പന്തങ്ങളുണ്ട്. ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുക വന്ന് ഈ പന്തങ്ങളെന്ന് വിളിച്ചു പറഞ്ഞാലും ഏറ്റുവാങ്ങാൻ പുതിയ തലമുറയെ കിട്ടുന്നില്ല. ഇത് തന്നെ ഒരു തന്ത വൈബായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് അല്ലേ? കുട്ടികൾ വളരെ കുറവാണ്. അപ്പോൾ ഈ തന്ത വൈബിൽ കിട്ടിയിരിക്കുന്ന ഈ പന്തങ്ങളൊക്കെ, തന്ത വൈബിൻ്റെ പന്തങ്ങളൊക്കെ ഏൽപ്പിക്കാൻ ആളില്ലാതെ ആ പന്തങ്ങളിൽ നിന്ന് തീപിടിച്ച് സ്വയം കത്തിമരിക്കലാണ് ഞങ്ങളുടെയൊക്കെ വിധി. എന്നാലും പ്രിയ സുഹൃത്തുക്കളെ ഞാൻ വിളിക്കുന്നുള്ളൂ. തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ. തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ. കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളങ്ങൾ. കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളങ്ങൾ. നിങ്ങൾ നിന്ന സമരംഗണ ഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി, നിങ്ങൾ നിന്ന സമരംഗണ ഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ. നേടിയത് എന്താണെന്ന് നിങ്ങൾ സ്വയം തീരുമാനിച്ചാൽ മതി. അത് പറയൽ ഒരു കലാകാരൻ്റെ ധർമ്മമല്ല. പക്ഷേ കലാകാരന്മാരാണ് ആ നേട്ടത്തിലേക്ക് നമ്മളെ നടത്തിയതെന്ന് നേട്ടത്തിൻ്റെ അധികാര കസേരകളിലിരിക്കുന്നവർ എപ്പോഴെങ്കിലും ഓർക്കുന്നത് ഇത് നിലനിൽക്കാൻ നല്ലതാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഈ പുസ്തകം പ്രകാശിപ്പിച്ചിരിക്കുന്നു. നമസ്കാരം.